പിന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കൊരു കാഴ്ചപ്പാട്. ഇപ്പോൾ പാല എന്ന് പറയുന്നത് കൃത്യമായി മധ്യ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. എല്ലാ ഇക്വേഷൻസും എല്ലാ സമുദായങ്ങളും ഉണ്ട്, എല്ലാ സമുദായങ്ങളും ഈക്വലായി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിയോജകമണ്ഡലം ഇപ്പോൾ കേരളത്തിലെ മറ്റ് നിയോജകമണ്ഡലങ്ങൾ വരുമ്പോൾ ഒരു ഭൂരിപക്ഷ സമുദായത്തിനോ ന്യൂനപക്ഷ സമുദായത്തിനൊക്കെ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ചില മണ്ഡലങ്ങൾ ന്യൂനപക്ഷങ്ങൾ തീരുമാനമെടുക്കുന്ന മണ്ഡലങ്ങളാണ്, ചില വർഷം വരുമ്പോൾ ഭൂരിപക്ഷം നിയോജകങ്ങളാണ്. പാല എന്ന് പറയുന്നത് എല്ലാവരും ഉള്ള മണ്ഡലമാണ്. അപ്പോൾ പാലായ്ക്ക് അങ്ങനെ ഒരു വലിയ പ്രത്യേകത. ഈ പാല പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് BJPക്ക് ഒരു പുതിയ മുഖമാണ്. പാലയുടെ ഇപ്പോൾ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല. ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ ശരിക്കും വൃദ്ധസദനങ്ങൾക്ക് തുല്യമാണ്. അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. മക്കളെല്ലാം വിദേശത്താണ്, അവർ ഹാപ്പിയാണ് എന്ന് അവർ അഭിനയിക്കും. ശരിക്കും അവർ ഹാപ്പിയല്ല, അവർ സന്തോഷമല്ല. ഈ മക്കൾ ഇന്ന് രാവിലെ എന്നെ കാനഡയിൽ നിന്ന് പാലായിലുള്ള കുറേ ചെറുപ്പക്കാർ കൂടി ഒരുമിച്ചിരുന്നപ്പോൾ എന്നെ വിളിച്ചു, ചേട്ടാ കൺഗ്രാറ്റ്സ് പറയാൻ, ഓൾ ദ ബെസ്റ്റ് പറയാൻ വേണ്ടി വിളിച്ചാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ആരും ഈ വിദേശത്ത് പോയിരിക്കുന്ന ഇഷ്ടമുള്ള ആളല്ല, നിങ്ങളെല്ലാം ഇവിടെ, പിന്നെ നിങ്ങളെല്ലാം ഇങ്ങോട്ട് വരാൻ പറ്റും, ചേട്ടാ ജീവിക്കണ്ടേ എന്നുള്ളൊരു ഉത്തരവാണ് ഞാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര രൂപ സേവിങ് ഉണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു അവരിങ്ങനെ പലർക്കും ഞാൻ പറഞ്ഞു 20 ലക്ഷം രൂപയിൽ കൂടുതൽ സേവിങ്സ് ഉണ്ടോ? ഇല്ല ചേട്ടാ, എല്ലാം അവിടുത്തെ റെൻറ്റും മറ്റു കാര്യങ്ങളും ചിലവൊക്കെ കഴിയുമ്പോൾ അത്ര ഒന്നും ഞങ്ങൾക്ക് വരില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു 15 ലക്ഷം രൂപ നാട്ടിൽ വരുമാനം തന്നാൽ തിരിച്ചു വരുമോ? എല്ലാവരും കൂടെ ഒറ്റ വേണം, ചേട്ടാ 15 ഒന്നും വേണ്ട, 10 ലക്ഷം രൂപ നാട്ടിൽ വരുമാനം കിട്ടിയാൽ ഞങ്ങൾ തിരിച്ചു വരും. ഈ മൈഗ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാറിന്റെ പ്ലാനിങ്സ് എന്തൊക്കെയാണ്? മൈഗ്രേഷൻ കൊടുക്കാൻ കൃഷിയിലേക്ക് തിരിച്ചു പോകണം. അത് കൃഷി എന്ന് പറഞ്ഞാൽ പഴയകാല കൃഷിയിലേക്കല്ല പോകേണ്ടത്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റണം. അത് ആ ടെക്നോളജി യൂസ് ചെയ്ത് കൃഷിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയും. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് അത് പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യൻ. ഞാനൊരു 10-27 ഏക്കർ കൃഷിയുള്ള മനുഷ്യനാണ്. അതിന് ഇന്ന കൃഷി എന്നുള്ള, എനിക്ക് മലയിഞ്ചിയുണ്ട്, റംബൂട്ടാനുണ്ട്, കമുകുണ്ട്, കാപ്പിയുണ്ട്, അങ്ങനെ എല്ലാ കൃഷികളും സമൃദ്ധമായി ചെയ്യുന്ന ആളാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, ഇപ്പോൾ ഇവിടെ റംബൂട്ടാൻ വല്ലാണ്ട് റംബൂട്ടാനുണ്ട്. റംബൂട്ടാൻ്റെ ഷെൽഫ് ലൈഫ് കുറവായതുകൊണ്ട് ഈ സാധനത്തിന് പ്രോപ്പറായി വില കിട്ടില്ല. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് നമുക്ക് ഷെൽഫ് ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടി ഫ്രീസിങ് ഫെസിലിറ്റി ഉണ്ടാക്കണം. ഈ സാധനം കൃത്യമായി മാർക്കറ്റ് ചെയ്യപ്പെടണം. പാലായും പൂഞ്ഞാറും കടുത്തുരുത്തിയും കാഞ്ഞിരപ്പള്ളിയും ഒക്കെ ഉൾപ്പെടുന്ന ഈ നിയോജകമണ്ഡലങ്ങളെ ശരിക്കും ഇന്ത്യയുടെ ഫ്രൂട്ട് വില്ലേജ് ആക്കാൻ പറ്റും. ഇപ്പോൾ സാർ കാർഷിക മേഖലയിലെ സാറിൻ്റെ ഒരുപാട് പ്ലാനുകളാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ വരുന്ന വഴിയിലൊക്കെ പോസ്റ്റർ കണ്ടു, പാല വളരും രാജ്യത്തിനൊപ്പം എന്നുള്ള രീതിക്ക്. അപ്പോൾ ഈ കാർഷിക മേഖല അല്ലാതെ ഏതൊക്കെ രീതിയിലാണ് ഈ പാലായിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുക? രാജ്യത്തിനൊപ്പം എല്ലാ തരത്തിലും കൊണ്ടുവരണം. ഇനി ഞാൻ IT സെക്ടറിൽ ഇവിടെ ഏറ്റവും കൂടുതൽ എറണാകുളത്ത് പോയി നോക്കി പാലക്കാട് പിള്ളേരെ ജോലി ചെയ്യുന്നു. നോക്കി എന്തുകൊണ്ട് IT പാർക്ക് ഇവിടെ വന്നുകൂടാ? ഇവിടെ വരണം. മാത്രമല്ല കേരളത്തിന് സമാന്തരം ഇവിടെ നിന്ന് എറണാകുളം പോകണമെങ്കിലുള്ള ബുദ്ധിമുട്ടെന്തെന്നറിയോ? 2 മണിക്കൂറാണ്, നല്ലൊരു വഴിയില്ല. അപ്പം നമുക്കിവിടുന്ന് കേന്ദ്ര സർക്കാർ 10 രൂപ നാഷണൽ ഹൈവേ തന്നെ ഉണ്ടാകണം. പാലാ വഴി കടന്നു പോകുന്ന MC റോഡിന് പാരലായി നാഷണൽ ഹൈവേ, പാലാ വഴി കടന്നു പോകുന്ന നാഷണൽ ഹൈവേ ഉണ്ടാകണം. ഞാൻ ചെയ്യും, എനിക്ക് ചെയ്യാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.